ഹായ് ശുഭദിനം സുഹൃത്തുക്കളെ, വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഞാൻ. ഇത്തവണ ഞാൻ BB6 കണ്ടസ്റ്റൻ്റ് സീക്രട്ട് ഏജൻറ്റിനെ കുറിച്ച് അഥവാ സായി കണ്ണൻ സായിയെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. എന്തിനാണ് ഇപ്പോൾ, അതായത് പുള്ളിക്കാരൻ സോറി പറഞ്ഞു. ഒരു വീഡിയോ 2 ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടു. ആ വീഡിയോയിൽ പറഞ്ഞു, എന്നെ ഇഷ്ടപ്പെട്ടിരുന്നവർ പുള്ളിക്കാരൻ കളിക്കുമെന്ന് വിചാരിച്ച രീതിയിൽ അവിടെ പോയി കളിച്ചില്ല, അതിന് സോറി എന്ന് പറഞ്ഞൊരു വീഡിയോ പുള്ളിക്കാരൻ ഇട്ടിരുന്നു. അതിന് താഴെ ഞാനും കമൻ്റ് ഇട്ടു. ഇനി അതാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്, നിങ്ങളങ്ങനെ ചെയ്തില്ല. അപ്പോൾ ഞാൻ അതോട് കൂടിയിട്ട് പുള്ളിക്കാരൻ്റെ കമൻറ്റ് ബോക്സിൻ്റെ താഴെ പോയിട്ട് കമൻ്റ് ഇടുന്ന പരിപാടി നിർത്തി. കാരണം പുള്ളിക്കാരൻ അതിന് സോറി പറഞ്ഞു. കാരണം ഞാൻ പുള്ളിക്കാരനെ സ്നേഹിച്ചിരുന്ന ഒരാളായിരുന്നു, പുള്ളിക്കാരനെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളായിരുന്നു. പുള്ളിക്കാരൻ BB6 വീട്ടിൽ ചെന്ന് ജാസ്മിൻ ഗബ്രീനെ പൊളിച്ചടക്കുമെന്ന് കരുതിയ ആളാണ് ഞാൻ. കാരണം പുള്ളിക്കാരനെ എവിടെ പാളിയെന്നറിയോ? പുള്ളിക്കാരനെ പാളിയത് പുള്ളിക്കാരൻ്റെ വേഷവിധാനത്തിൽ തന്നെ പാളി. കാരണം ആ കട്ടത്താടിയും ആ ലുക്ക് കളഞ്ഞ് അവിടെ ചെന്നപ്പോൾ തന്നെ പാളി. ആ മീശയും പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് പിന്നെ മീശയും കളഞ്ഞിരിക്കുന്നു. ആകെ ഒരുമാതിരി ലുക്കായി, അവിടെ ഓഞ്ഞ ലുക്കായിരുന്നു കേട്ടോ സീക്രട്ട് ഏജൻറ്റ് എന്ന സായി കൃഷ്ണന്. കാരണം നമ്മൾ കണ്ടിരിക്കുന്ന സീക്രട്ട് ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ കട്ടത്താടിയൊക്കെ വെച്ച് മാസ് പറയുന്നത്, അതാണ് നമ്മളവിടെ എക്സ്പെക്റ്റ് ചെയ്തത്. ഭയങ്കരമായിട്ട് ഞാനൊക്കെ ഭയങ്കരമായിട്ട് പുള്ളിക്കാരൻ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നു. പുള്ളിക്കാരൻ ജാസ്മിൻ ഗബ്രീനെ പൊളിച്ചെടുക്കുന്നത് ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ പുള്ളിക്കാരൻ അവിടെ ചെന്ന് ഫസ്റ്റ് ദിവസം ജാസ്മിനെയാണ് ഇഷ്ടം. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, അവിടെ പോയിട്ട് ജാസ്മിനോടെല്ലാം പറഞ്ഞു കൊടുത്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് പണി പാളി. പിന്നെ കാരണം നിങ്ങളൊക്കെ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല, വൈൽഡ് കാർഡ് എൻട്രീസ് അങ്ങോട്ട് പോകുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടം സായി കൃഷ്ണനെ ആയിരുന്നു. സായി കൃഷ്ണൻ അവിടെ ചെല്ലുമ്പോൾ ആ 4ാമത്തെ ആഴ്ചയിലെ അവസ്ഥ വെച്ചിട്ട് തന്നെ സായി കൃഷ്ണൻ ടോപ്പിലാണ് നിന്നിരുന്നത്. കാരണം പുള്ളിക്കാരൻ അവിടെ ചെന്ന് ആ രീതിക്ക് കളിച്ചിരുന്നെങ്കിൽ ഈ BB6 കപ്പ് പുള്ളിക്കാരൻ കൊണ്ടുവരുമായിരുന്നു മലപ്പുറത്തേക്ക്, പുള്ളിക്കാരൻ്റെ ഭാര്യ പറഞ്ഞ പോലെ. പക്ഷേ പുള്ളിക്കാരൻ ആ രീതിക്ക് കളിക്കാൻ പറ്റിയില്ല. ഭയങ്കര ഷോക്കാക്കി, അവിടുത്തെ ഗെയിംസൊക്കെ നശിപ്പിച്ച് ആകെ കൊളാക്കി. അപ്പോൾ നമുക്ക് വന്ന ദേഷ്യം നമ്മൾ ആ പുള്ളിക്കാരൻ്റെ കമൻറ്റ് ബോക്സിൽ തീർത്തിട്ടുണ്ട്. ഞാനും കുറച്ചൊക്കെ തീർത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരുപാട് ഞാൻ അങ്ങനെയൊന്നും ഒരു പരിധി വിട്ടിട്ടില്ല. പക്ഷേ പുള്ളിക്കാരൻ പറഞ്ഞു, അതിന് ശേഷം നിർത്തി. ഇനി എന്തിനാ വെറുതെ ആ പുള്ളിക്കാരൻ അതിന് സോറി പരസ്യമായിട്ട് മാപ്പ് പറഞ്ഞു. ഇനി എന്തിനാ ഇപ്പോൾ ആൾ ഇടുന്ന കണ്ടൻറ്റിനുള്ള കമൻറ്റ് പുള്ളിക്കാരൻ്റെ കമൻറ്റ് ബോക്സിലിടും. അതല്ല പറഞ്ഞത്, വെറുതെ എപ്പോഴും വീണ്ടും അതന്നെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, അതൊന്നും പറയണമെന്ന് എനിക്ക് തോന്നി.